കുട്ടികളെ അപ്പോൾ ഈ വർഷത്തെ +2 മാത്സ് എക്സാമിനേഷന് ഒരു ഗ്രാഫിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് നിങ്ങൾക്ക്. അത് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന ചാപ്റ്ററിൽ കിട്ടും. ആപ്ലിക്കേഷനോ ഡെറിവേറ്റീവ് എന്ന ചാപ്റ്റർ കണക്ട് ചെയ്ത് മാക്സിമം മിനിമം അല്ലെങ്കിൽ ഇൻക്രീസ് ഡിക്രീസ് ഫംഗ്ഷൻ ഈ രണ്ടും കണക്ട് ചെയ്ത് ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. അപ്പോൾ ഈ രണ്ടിന്റെ കോൺസെപ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ കിട്ടാം, അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്തുകൊണ്ട് വേറൊരു ക്വസ്റ്റ്യൻ കിട്ടാം. 100% ഗ്രാഫ് കിട്ടും, ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ആയിട്ട് വരും. നിങ്ങൾക്ക് എക്സാം ടഫ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വളരെ ഈസി വീഡിയോസ് എനിക്ക് വർക്കൗട്ട് ചെയ്താൽ മതി. അങ്ങനെ ഈസി വീഡിയോസ് വർക്കൗട്ട് ചെയ്യാൻ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. ഇതൊക്കെ നാളെ എക്സാമിന് വന്നാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈസി ആയിരിക്കും. ഇത് ഭയങ്കര കോൺസെപ്റ്റേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. അപ്പൊ ഞാൻ പറഞ്ഞിരട്ടെ, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, എന്താ figure shows the graph of a function f of x derivative f of x ന്റെയും f dash of x ന്റെയും ഗ്രാഫ് ആണ് നിൽക്കുന്നത്. ഇത് f of x ന്റെ ഗ്രാഫും ഇത് ഡെറിവേറ്റീവ് f dash of x ബോൾഡ് ലൈൻ കൊണ്ട് കൊടുത്തിരിക്കുന്ന f of x ഉം ഡോട്ടഡ് ലൈൻ കൊണ്ട് കൊടുത്തിരിക്കുന്ന f dash of x ന്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ പോയിന്റ് അറ്റ് വിച്ച് എന്താണ് ഐഡന്റിഫൈ ദ പോയിന്റ് അറ്റ് വിച്ച് f of x have ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം. ലോക്കൽ മാക്സിമോ ലോക്കൽ മിനിമം ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ. കുട്ടികളെ, എന്താണ് മാക്സിമം മിനിമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. മാക്സിമം മിനിമം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് സീറോക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സീറോക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിന് പോയിന്റ്സ് കിട്ടും. ആ പോയിന്റുകളിലാണ് ഫംഗ്ഷൻ എന്താവുന്നത് മാക്സിമം മിനിമം. അതിന് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കൊണ്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എപ്പോഴും മാക്സിമം മിനിമം ലോക്കൽ മാക്സിമം മിനിമം നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, സീറോക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പം കിട്ടുന്ന എക്സിന്റെ വാല്യൂ. എടാ കുട്ടികളെ, ഇതിനെ നിങ്ങൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും, സീറോക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിന് ഏതൊക്കെ രണ്ട് വാല്യൂ കിട്ടും? ഇതിൽ f dash of x 0 ആകുന്ന പോയിന്റുകളാണ് മാക്സിമം മിനിമം എന്ന് പറഞ്ഞാൽ f dash of x 0 ആകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം f dash of x എന്ന് പറഞ്ഞാൽ സിംപ്ലി ഏത് ആക്സിസിലാണ് വരയ്ക്കുന്നത്? y ആക്സിസിൽ. x എന്ന് പറഞ്ഞാൽ ഏത് ആക്സിസിലാണ്? x ആക്സിസിൽ. അപ്പൊ നോക്കി, ഈ f dash of x 0 ആകുന്ന പോയിന്റ് ഏതാ? ഈ പോയിന്റിൽ f dash of x 0 അല്ലേ? കാരണം ഈ പോയിന്റ് 2 0. ഈ 2 എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ? ഈ 2 എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ 2 എന്ന് പറഞ്ഞാൽ x. 0 എന്ന് പറഞ്ഞാൽ ആരാടാ? f dash of x. സിമിലർലി ഈ പോയിന്റിലും f dash of x 0 അല്ലേ? ഈ പോയിന്റ് ആരാ? 0 0. ഈ 0 എന്ന് പറഞ്ഞാൽ x, ഇതെന്ന് പറഞ്ഞാൽ ആരാ? f dash of x. അപ്പൊ f dash of x 0 ആകുന്ന പോയിന്റിലെ എക്സിന്റെ വാല്യൂ ആണ് മാക്സിമം മിനിമം ആകുന്നത്. അപ്പൊ ഈ പോയിന്റിൽ എക്സിന്റെ വാല്യൂ 0, ഈ പോയിന്റ് എക്സിന്റെ വാല്യൂ 2. അപ്പൊ 0യിലും 2യിലും ആണ് ഫംഗ്ഷൻ എന്താവുന്നത്? മാക്സിമം മിനിമം ആകുന്നതെന്ന് മനസ്സിലായി. കാരണം ആ രണ്ട് പോയിന്റ് ആണ് ടേണിംഗ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മാക്സിമോ മിനിമോ കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ഡെറിവേറ്റീവ് സീറോക്ക് ഇക്വേറ്റ് ചെയ്യുക, കോൺസെപ്റ്റ്. അപ്പൊ ഗ്രാഫ് നോക്കും, ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ f dash of x 0 ആകുന്ന പോയിന്റുകൾ ഏതൊക്കെ? 2യിലും 0യിലും ഈ രണ്ട് പോയിന്റുകളിലാണ് f dash of x 0. അപ്പൊ നമുക്കിനി ചെക്ക് ചെയ്യണം അതിൽ ഏതാണ് മാക്സിമം പോയിന്റ്, ഏതാണ് മിനിമം പോയിന്റ്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യുക. ഗ്രാഫിലെ എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത്? f dash of x ന്റെ സൈന് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ട് പോവുകയാണെങ്കിൽ ആ പോയിന്റ് മാക്സിമ. f dash of x ന്റെ സൈന് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് പോവുകയാണെങ്കിൽ മാക്സിമ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോവുകയാണെങ്കിൽ മിനിമ. നമ്മൾ ഈ രണ്ട് പോയിന്റുകൾ നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ, രണ്ട് പോയിന്റുകൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇത് f dash of x ന്റെ വാല്യൂ, ഇതിപ്പം പോസിറ്റീവാ. ഈ പോയിന്റിന് ശേഷം ആ വാല്യൂ എന്തിലോട്ട് പോകുന്നുണ്ട്? നെഗറ്റീവിലോട്ട് പോകുന്നുണ്ട്. അതാണ്ട് ഇത്രയും പോസിറ്റീവ് ആണേ, മോളിൽ വൈയുടെ വാല്യൂ f dash of x വൈയുടെ വാല്യൂ. അപ്പൊ ഇത്രയും പോസിറ്റീവാ. ഇതിന് ശേഷം ഗ്രാഫ് എന്തിലോട്ട് പോകുന്നുണ്ടാ? നെഗറ്റീവിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആണോ മിനിമം ആണോ? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് പോകുന്നുണ്ട്. ഈ പോയിന്റിന് ശേഷം ഇത് പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് പോകുന്ന ഈ പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ് കുട്ടികളെ? മാക്സിമം. കണ്ടല്ലേ, ആ പോയിന്റ് ആണ് ഫംഗ്ഷൻ ആരാണ്? മാക്സിമം. അപ്പൊ ഈ പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ്ടാ? മാക്സിമം. അപ്പൊ ലോക്കൽ മാക്സിമം എന്ന് പറഞ്ഞ എപ്പോഴാ? ലോക്കൽ മാക്സിമം എപ്പോഴാ? അറ്റ് x = 2. പിടികിട്ടിയോ? അറ്റ് x = 0 അല്ലേ? ഈ പോയിന്റിലല്ലേ? ഇനി എന്താ മിനിമം എന്ന് പറഞ്ഞാൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോകുന്ന പോയിന്റ് ആണ് മിനിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ. നോക്കടാ, ഇവിടെയൊക്കെ f dash of x നെഗറ്റീവാ, പക്ഷെ നോക്ക് ഈ പോയിന്റ് ശേഷം എന്താണ്? പോസിറ്റീവ്.
അപ്പൊ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അപ്പൊ ഏത് പോയിന്റിൽ കൂടെയാണ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോയത്? നെഗറ്റീവിൽ നിന്ന് ഈ പോയിന്റിൽ കൂടെ പോസിറ്റീവിലോട്ട് പോകുന്നു. ആദ്യം നെഗറ്റീവ്, ഈ പോയിന്റിന് ശേഷം എന്താണ് പോസിറ്റീവ്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോകുന്ന ഏത് പോയിന്റിൽ കൂടെയാണ് പോകുന്നത്? ആ പോയിന്റ് ആണ്, ആ ടേണിംഗ് പോയിന്റ് ആണ് മിനിമ പോയിന്റ് എന്ന് പറഞ്ഞ. അപ്പൊ ഈ പോയിന്റ് ആണ് ഏതെന്ന് പറഞ്ഞ മിനിമ. മനസ്സിലായോ? ദിസ് ഇസ് ദ കോൺസെപ്റ്റ്. ഒരിടത്തും കിട്ടത്തില്ല, ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോകുന്ന പോയിന്റ് ആണ് മിനിമ പോയിന്റ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് പോകുന്ന പോയിന്റ് ആണ് മാക്സിമ പോയിന്റ്. അപ്പൊ നെഗറ്റീവിൽ നിന്നും, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം രണ്ടും സീറോ ആണെന്ന് അറിയാം. ആ രണ്ടിലും സീറോയിലും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണോ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണോ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഗ്രാഫ് പോകുന്നത് നോക്കിയാൽ മതി. 2 നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് പോകുന്നത്. സോ ആ പോയിന്റ് എന്താണ്? മിനിമ. അപ്പൊ ലോക്കൽ മിനിമ എവിടെയാ? ലോക്കൽ മിനിമ അറ്റ് എക്സ് ഈക്വൽ ടു 2. എന്റെ കുട്ടികൾക്ക് മാർക്ക് കിട്ടി. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ, അടിപൊളി ക്വസ്റ്റ്യൻ, കിട്ടില്ല ക്വസ്റ്റ്യൻ. ആൻസർ ആയേ? ക്ലിയർ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Find the intervals on which the function f of x is strictly decreasing. നമുക്കറിയാം എന്താ ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ. വാട്ട് ഈസ് ഡിക്രീസിംഗ്? ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടോ, ഇത് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ അല്ലേ? ആദ്യം മാക്സിമം മിനിമയുടെ ക്വസ്റ്റ്യൻ, പിന്നെ ഇൻക്രീസിംഗ് ഡിക്രീസിംഗ്. എടാ ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് സീറോയേക്കാളും കുറവ്. ഇൻക്രീസിംഗ് എന്നാൽ കൂടുതൽ, ഡിക്രീസിംഗ് കുറവ്. അപ്പൊ പറ സീറോയേക്കാളും കുറവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. എടാ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആവുന്ന ഇന്റർവൽ ഏതാ? നോക്ക് കുട്ടികളെ, നോക്ക് മക്കളെ, നോക്ക് ഇങ്ങോട്ട് നോക്ക്. എടാ ഈ ഇന്റർവെല്ലിലല്ലേ എടാ നെഗറ്റീവ്? ഈ ഇന്റർവെല്ലല്ലേ എന്റെ കുട്ടികളെ? ഈ ഇന്റർവെല്ലിലല്ലേ നെഗറ്റീവ്? ഇതേത് ഇന്റർവെൽ എടാ? ഇതേത് പോയിന്റ്? 0. ഇതേത് പോയിന്റ്? 2. ഈ ഇന്റർവെല്ലല്ലേ ഡെറിവേറ്റീവ് നെഗറ്റീവ്? ഡെറിവേറ്റീവ് നെഗറ്റീവ് ആവുന്ന ഇന്റർവെല്ലല്ലേ ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഫൈൻഡ് ദ ഇന്റർവെൽസ് ഓൺ വിച്ച് ഫംഗ്ഷൻ എഫ് ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? എന്റെ മക്കളെ ആൻസർ പറ. 0 to 2. ഏത് ഇന്റർവെല്ല? 0 to 2. സംശയം ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഏത് ഇന്റർവെല്ല നമ്മളെ ഫംഗ്ഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഏതാണ്? 0 to 2. ആർക്കും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ പക്കാ ഓക്കെ. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യനും കോൺസെപ്റ്റ് ആണ്. ഇതിന്റെ ആൻസർ അല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ കോൺസെപ്റ്റ്, ഏത് ഗ്രാഫ് വന്നാലും ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വന്നിട്ട് അത് മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ദിസ് ഈസ് ദ കോൺസെപ്റ്റ്. ഓക്കെ. ആൻഡ് എന്താണ്? ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതാണ് കോൺസെപ്റ്റ്. ഡെറിവേറ്റീവ് ഗ്രാഫ് വന്നിട്ട് ഇത് ഡെറിവേറ്റീവിന്റെ ഗ്രാഫ്, ഇത് ഫംഗ്ഷന്റെ ഗ്രാഫ്. കോൺസെപ്റ്റ് ആണ് പഠിപ്പിക്കുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ വരുമെന്നല്ലേ പറഞ്ഞാൽ. ഈ കോൺസെപ്റ്റ് പഠിച്ചാൽ ഏതും വരും. അതുകൊണ്ടാണ് ഇത്ര ഡീപ്പായിട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇത് പഠിച്ചിട്ടേ പോവോ. ഫുൾ മാർക്കിനുള്ള കുട്ടികൾ പഠിച്ചിട്ടേ പോവോ. നെക്സ്റ്റ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Find the absolute maximum and absolute minimum value of f of x in the interval -1 to 4. -1 to 4 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ absolute maximum, absolute minimum. ഇനി പറ എന്ന് മാറ്റിയാണേ. എടാ എങ്ങനെയാണ് നമ്മൾ absolute maximum, absolute minimum കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ആദ്യം ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമ പോയിന്റ് എടുക്കുക. അതൊക്കെയാണ് 0 to. നമ്മൾ എപ്പോഴും absolute maximum, absolute minimum കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും, 0ക്ക് ഇക്വേറ്റ് ചെയ്യും, അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് എടുക്കും. അത് കൂടാതെ ഏത് ഇന്റർവെല്ലിലാണോ അബ്സൊല്യൂട്ട് മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ പറയുന്നത് ആ ഇന്റർവെല്ലിന്റെ എൻ പോയിന്റും കൂടെ എടുക്കുക. അപ്പൊ എൻ പോയിന്റ്സ് ആരൊക്കെയാണ്? -1, 4. ഈ 4 പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യുക. ഒന്നും കൂടെ, ആദ്യത്തെ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റുകൾ. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് 2 പോയിന്റ് കണ്ടുപിടിക്കും. രണ്ടല്ല, ഇക്വേഷൻ ഏതാണ് അതിനനുസരിച്ച് പോയിന്റ്സ്. 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്ന പോയിന്റ്സ്. അത് കൂടാതെ ഏത് ഇന്റർവെല്ലിലാണോ നിങ്ങൾ അബ്സൊല്യൂട്ട് മാക്സിമം കണ്ടുപിടിക്കേണ്ടത് ആ ഇന്റർവെല്ലിന്റെ എൻ പോയിന്റും കൊണ്ട് എടുക്കുക. അപ്പൊ ടോട്ടൽ ഇവിടെ 4 പോയിന്റ്സ് ഉണ്ട്. ഈ 4 പോയിന്റിലെയും ഫംഗ്ഷന്റെ വേല്യൂ കണ്ടുപിടിക്കുക, ഫംഗ്ഷന്റെ വേല്യൂ കണ്ടുപിടിക്കുക, ഫംഗ്ഷന്റെ വേല്യൂ കണ്ടുപിടിക്കുക. എഫ് ഓഫ് എക്സ്, അതാണ് ഫംഗ്ഷൻ. ഈ 4 വേല്യൂന്റെയും ഫംഗ്ഷന്റെ വേല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെ ഫംഗ്ഷന്റെ വേല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ്, ഇതാണ് ഫംഗ്ഷന്റെ ഗ്രാഫ്. ഈ ഗ്രാഫിലെ വേല്യൂ കണ്ടുപിടിക്കുക. ഈ ഗ്രാഫിലെ വാല്യൂ കണ്ടുപിടിക്കുന്നതിൽ എപ്പോഴാണോ വലിയ വാല്യൂ കിട്ടുന്ന ആ പോയിന്റിലാണ് അബ്സൊല്യൂട്ട് മാക്സിമം, എപ്പോഴാണോ ചെറിയ വാല്യൂ കിട്ടുന്ന ആ പോയിന്റിലാണ് അബ്സൊല്യൂട്ട് മിനിമം. അപ്പൊ നിങ്ങൾ ആദ്യം എഫ് ഓഫ് 0 നോക്കേ കുട്ടികളെ, ഇതാണ് ഗ്രാഫ് നമ്മളെ. ഓക്കെ, ഈ ഗ്രാഫിൽ എഫ് ഓഫ് 0 ആവുന്ന ഇവിടെയാണ് എഫ് ഓഫ് 0 ആവുന്നത്. ഇതിൽ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഏകദേശം 3.5 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കാരണം 3 to 4 ഇടയില്ല. അപ്പം 3.5 ഞാൻ എടുത്തു, 3.50. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് 0, എക്സാക്ട് 0. ഇതാണ് എക്സിന്റെ വാല്യൂ, ഇതാണ് എക്സിന്റെ വാല്യൂ, ഇതാണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ. അപ്പൊ ഈ പോയിന്റ് എടുക്കാം. എഫ് ഓഫ് ഏകദേശം 3.5, അറൗണ്ട് 3.5, 3.6. ഓക്കെ, നെക്സ്റ്റ് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 2 ആവുമ്പോൾ നോക്കി, ഇതാണ് എക്സിന്റെ വാല്യൂ 2. ഓക്കെ, ഇതാണ് എക്സിന്റെ വാല്യൂ 2. എക്സിന്റെ വാല്യൂ 2 ആവുമ്പോൾ
കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ എത്രയാ? എക്സിന് 2 ആകുമ്പോൾ അറൗണ്ട് -10 കേട്ടോ. അറൗണ്ട് എത്രയാ? -10. എക്സിന്റെ വാല്യൂ 2 ആകുമ്പോൾ ഇങ്ങനെ വൈയുടെ വാല്യൂ നോക്കാം. വൈയുടെ വാല്യൂ ആരാണ്? -10. ക്ലിയർ. നെക്സ്റ്റ് എഫ് ഓഫ് -1. എക്സിന്റെ വാല്യൂ -1 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ ഇവിടെ -1 അതാ ഇവിടെ ഉണ്ട്. എക്സിന്റെ വാല്യൂ -1 ആകുമ്പോൾ നിങ്ങൾ ആൾമോസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. എഫിന്റെ വാല്യൂ -1 ആകുമ്പോൾ എഫിന്റെ വാല്യൂ -1 ആകുമ്പോഴും എഫിന്റെ വാല്യൂ -1 ആകുമ്പോൾ വൈയുടെ വാല്യൂ -10 തന്നെയാണ്. എഫിന്റെ വാല്യൂ -1 ആകുമ്പോഴും വൈയുടെ വാല്യൂ എന്ത് തന്നെയാണ്? -10 തന്നെയാണ്. ക്ലിയർ ആണേ? സംശയം ഉണ്ടോ? ക്ലിയർ? ഓക്കെ. അപ്പൊ എഫിന്റെ വാല്യൂ 2 ആകുമ്പോഴും എഫിന്റെ വാല്യൂ -1 ആകുമ്പോഴും വൈയുടെ വാല്യൂ എന്ത് തന്നെയാണ്? -10 തന്നെയാണ്. ഓക്കെ, കറക്റ്റ്. ഈ ഗ്രാഫിനെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സൂം ചെയ്യുമ്പോൾ കറക്റ്റ് പോയിന്റ് കിട്ടുവേ. ഇനി ഏത് വേണം? എഫിന്റെ വാല്യൂ 4 ആകുമ്പോൾ എഫിന്റെ വാല്യൂ 4 എന്ന് പറയുമ്പോൾ x = 4 നോക്കേ. x = 4 ഇവിടെ ഉണ്ട്. x = 4 ആകുമ്പോൾ ഇവിടെ ഉണ്ട്. x = 4 ആകുമ്പോൾ ഇങ്ങനെ നോക്കണേ. x = 4 ആകുമ്പോൾ ഇവിടെയാണ് പോയിന്റ് വരുന്നത്. അതുകൊണ്ടാ മുകളിലോട്ട് അല്ലേ ഇത്. x = 4 ആകുമ്പോൾ ഇതാണ് പോയിന്റ്. x = 4 ആകുമ്പോൾ വൈയുടെ വാല്യൂ നിങ്ങൾ അറിയാലോ. പോയിന്റ് എടുക്കാമല്ലോ. ഒരു പെർപെൻഡിക്കുലർ വരച്ച 10 കിട്ടുന്നത്. അപ്പൊ x = 4 ആകുമ്പോൾ വൈയുടെ വാല്യൂ എത്രയാണ്ടാ? x = 4 ആകുമ്പോൾ വൈയുടെ വാല്യൂ 10. f(4) എത്ര? വൈയുടെ വാല്യൂ 10. ഇത്രയും സംശയം ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ f(0) കിട്ടി, f(2) കിട്ടി, f(-1), f(4). സത്യം പറഞ്ഞാൽ ഈ പോയിന്റ്സ് ഒക്കെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. ആക്സ് നമുക്ക് ഈ പോയിന്റ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ മാക്സിമം എപ്പോഴാണ് കിട്ടിയത്? f(4). അപ്പൊ അബ്സല്യൂട്ട് മാക്സിമം എത്ര? at x = 4. അബ്സല്യൂട്ട് മാക്സിമം എപ്പം കിട്ടി? x = 4 അബ്സല്യൂട്ട് മാക്സിമം. അബ്സല്യൂട്ട് മിനിമം എത്ര കിട്ടി? അബ്സല്യൂട്ട് മിനിമം എത്ര? ഏറ്റവും ചെറിയ വാല്യൂ എത്രയാ? -1ലും 2ലും. അബ്സല്യൂട്ട് മിനിമം എത്രയാ? -1ലും 2ലും. ഇനി ക്വസ്റ്റ്യൻ ഫൈൻഡ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂസ് ഓഫ് f of x എന്നാ. അപ്പൊ ഇതാണ് absolute maximum value 10 at x = 4, absolute minimum value -10 at x = 2 and -1. നമുക്ക് ആ absolute maximum absolute minimum പോയിന്റ് അല്ല ക്വസ്റ്റ്യൻ, മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ആണ്. അപ്പൊ ആൻസർ എത്രയാ? 10 ആണ് absolute maximum value, absolute minimum value എത്ര? -10. ക്ലിയർ ആണ്? അപ്പൊ 3 കോൺസെപ്റ്റ്. ഒന്ന്, ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് നെഗറ്റീവ് ആക്സിസിൽ കൂടെ പോകുന്നത് ഡിക്രീസിങ്, പോസിറ്റീവ് ആണ് ഇൻക്രീസിങ്. സെക്കൻഡ്, അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ആണെങ്കിൽ ഫംഗ്ഷൻ f of x ന്റെ ഗ്രാഫ് വേണം. ക്ലിയർ? ഇനി മാക്സിമം മിനിമം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആരുടെ ഗ്രാഫ് വേണം? ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വേണം. അതിൽ ഈ ടെസ്റ്റ് നോക്കുക. ഡെറിവേറ്റീവ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് പോകുന്ന പോയിന്റിൽ മാക്സിമം, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോകുന്ന പോയിന്റിൽ മിനിമം. ഇത് പിടികിട്ടിയോ? മനസ്സിലായോ? വളരെ ഇമ്പോർട്ടന്റ് ഷുവർ ക്വസ്റ്റ്യൻ. ഇത് കുറച്ചൊരു 10 മിനിറ്റ് കൂടി കാണും. കാരണം ഈ കോൺസെപ്റ്റ് പറഞ്ഞാൽ ഇത്രയും ടൈം എടുത്തത്. പഠിച്ചിട്ടേ പോകാവൂ. എല്ലാവർക്കും മാർക്ക് കിട്ടും. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.